വിധായകൻ ആഷിഖ് അബു ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. ബി ഉണ്ണികൃഷ്ണൻ കോൺക്ലേവിൽ നിന്നും മാറി നിൽക്കണം എന്നാണ്. എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ കാരണം അദ്ദേഹം ഡയറക്ടേഴ്സ് യൂണിയന്റെ അംഗമാണ്. ഫെഫ്കയിലെ 21 ഫെഡറേഷൻ കൂടുന്നതാണ് ഫെഫ്ക. സ്വതന്ത്രമായ 21 സംഘടനകളുടെ ഫെഡറേഷനാണ് ഫെഫ്ക. അതിൽ ഒരു ഗ്രൂപ്പാണ് ഡയറക്ടേഴ്സ് യൂണിയൻ. ആ ഡയറക്ടേഴ്സ് യൂണിയനിലെ ഒരു അംഗം ഫെഫ്കയിൽ വിഭാഗീയത ഉണ്ട് എന്ന് വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബുദ്ധി കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് വട്ടായി പോവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആഷിഖ് അബു ഒരു മിടുക്കനായ ഡയറക്ടറാണ്, പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വട്ടായി പോയെന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ആഷിഖ് അബുവിന്റെ പല സിനിമകൾക്കും ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹത്തിന്റെ നിർമ്മാതാവായി അദ്ദേഹം തന്നെ സംവിധാനമായിട്ടുള്ള പല സിനിമകൾക്കും സാമ്പത്തിക ബുദ്ധി ഉണ്ടാകുമ്പോൾ ഈ ഫെഫ്കയിലെ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ നിന്നും പിന്മാറും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ അവർ ചിലപ്പോൾ മറ്റു ടെക്നീഷ്യന്മാരെ വിളിച്ച് പറയുകയും തുടർന്ന് പ്രതിഫലം പിന്നീട് തരാമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്താണ് ആഷിഖ് അബുവിന്റെ ഈ അടുത്ത കാലത്തുള്ള 2-3 സിനിമകൾ റിലീസായത്. അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള കഴിവുള്ള സംവിധായകരുടെ ചിത്രങ്ങൾ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രേഡ് യൂണിയനാണ് ഫെഫ്ക. ഇപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ചെയ്ത സിനിമയിൽ നിന്ന് 40 ലക്ഷം രൂപയോളം ഫെഫ്കയിലെ വിവിധ വർക്കേഴ്സിന് കൊടുക്കാമെന്നുള്ളതൊരു നഗ്ന സത്യമായിരിക്കെ എന്തിനാണ് അദ്ദേഹം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫെഫ്കയെ ഇപ്പൊ തള്ളിപ്പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ശ്രീ വിനയൻ അവർ, അദ്ദേഹം മുമ്പ് മാക്ടോ ഫെഡറേഷന്റെ നേതാവായിരുന്നു. വളരെ ചെറിയ രീതിയിൽ ഒരു അഭിനേതാവായി രംഗത്ത് വന്ന് പടിപടിയായി ഉയർന്നു വന്ന് മിടുക്കനായ ഒരാളാണ് വിനയേട്ടൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ സ്ഥാനലബ്ധിയിൽ അദ്ദേഹം ഒരു ഏകാധിപതിയായി പോവുകയും പിന്നീട് ആ ഏകാധിപത്യത്തെ പ്രതിരോധിച്ചും പ്രതിഷേധിച്ചും മറ്റൊരു സംഘടനയാണ് ഇവിടെ ഉണ്ടായത്, ഫെഫ്ക. ഇന്ന് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ അവർ ഫെഫ്കയുടെ മാത്രം നേതാവല്ല, അദ്ദേഹം ഐഫക് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ സിനിമാ തൊഴിലാളി സംഘടനയുടെ നേതാവുടെയാണ്. അദ്ദേഹത്തെ അല്ലാതെ പിന്നെ ആരെയാണ് ഈ കോൺക്ലേവിൽ വിളിക്കേണ്ടത് എന്ന് ആഷിഖ് അബു വ്യക്തമാക്കണം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ ബുദ്ധി കൂടി വട്ടായിപ്പോയതാണ് ആഷിഖ് അബുവിന് പറ്റിയ കുഴപ്പം. കാരണം അദ്ദേഹം കാശില്ലാതെ സിനിമ എടുക്കാം എന്നതിൽ സിനിമ എടുക്കുകയാണ്. കാരണം അദ്ദേഹം ഡയറക്ടറാണ്, അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ നായികയാണ്. പിന്നെ പാവപ്പെട്ട എനിക്ക് ചോറും കഞ്ഞിയും ഡീസലിനുള്ള പൈസ മാത്രം മതി, അത് അദ്ദേഹം കടം പറഞ്ഞാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇന്നും അദ്ദേഹത്തിനോടൊപ്പം നിന്നിട്ടുള്ള സംഘടനയുടെ നേതാവാണ് ബഹുമാന്യനായ ബി ഉണ്ണികൃഷ്ണൻ അവർ. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരംഭശൂന്യത്വം ആണെന്ന് മാത്രമേ എനിക്കിപ്പോൾ ഈ നിമിഷം പറയാനുള്ളൂ. അതുപോലെ തന്നെ വിനയേട്ടൻ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല, മാക്ടോ ഫെഡറേഷൻ ഇപ്പൊ ഇല്ല. ബഹുമാന്യനായ നമ്മുടെ കാനൻ രാജേന്ദ്രനാണ് അവസാനത്തെ അതിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ആ സംഘടന ഇപ്പോൾ ശിഥിലമായി. എന്നാൽ ചില ആൾക്കാർക്ക് ധാരണയുണ്ട് മാക്ട എന്ന് പറയുന്നത് ഏതാണ്ട് 30 വർഷം മുമ്പ് രൂപീകൃതമായ ഒരു സാമൂഹ്യ സംഘടന, സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ്. ആ സംഘടനയിൽ വിവിധ ട്രേഡ് യൂണിയനിലെ ആൾക്കാർ അംഗങ്ങളാണ്. ഇപ്പോഴും ഞാൻ ഫെഫ്കയുടെ മാക്ടയുടെ സ്ഥാപക അംഗങ്ങൾ ചിലരാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മാക്ട ഫെഡറേഷൻ രണ്ടാണെന്ന് സാധാരണക്കാരായ പലർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് ബഹുമാന്യനായ വിനയനും ബഹുമാനപ്പെട്ട ആഷിഖ് അബുവും ഒക്കെ എന്തെങ്കിലും വിവരക്കേടുകൾ വിളിച്ചു പോവിയാൽ ഒരിക്കലും തകർന്നു പോകുന്ന ഒരു സംഘടനയല്ല ഫെഫ്ക എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഇതൊരു സംഘടന, അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്വന്തമായ ഒരു അഭിപ്രായമാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്.